ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രംപിൻ്റെ പുതിയ ഡേറ്റാസ് ഒന്നുമില്ല. അത് കാരണം മാർക്കറ്റിൽ വലിയൊരു വീക്ക്നെസ്സിനെ കുറിച്ചൊന്നും സംസാരിക്കാനില്ല. അതിനിടയ്ക്ക് IBM വീഴുന്നിരുന്നു. IBM ഒരു കൊബോളിലാണ് വർക്ക് ചെയ്യുന്നത്. കൊബോൾ ഒരു ഹൈലി പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. സോ അത് വളരെ അടുക്കും ചിട്ടയുള്ള ഒരു ലാംഗ്വേജാണ്. ഏറ്റവും പെർഫെക്റ്റ് പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് അറിയുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും. PHP പോലുള്ള വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല കൊബോളിനകത്തുള്ളത്. സോ അത് വൃത്തിയായിട്ട് സ്ട്രൈറ്റിൽ നമ്മളതങ്ങനെ പോകുന്ന ഒരു കറക്റ്റ് പ്രോസസ്സിൽ പോകുന്നതാണ്. അപ്പോൾ ആ പ്രോസസ്സ് പഠിക്കാൻ AIക്ക് ഭയങ്കര സിമ്പിളായിരുന്നു. സോ അതാണ് അവിടെ സംഭവിച്ചത്. അത് കാരണം IBM വീഴുന്നു. IBMൻ്റെ കൂടെ ബാക്കിയുള്ള നാസ്ഡാക്കിലെ കുറേ സ്റ്റോക്കുകൾ വീഴുന്നു. അപ്പോൾ ഇന്നലെ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IT സ്റ്റോക്ക് ഒഴികെയുള്ള ബാക്കിയുള്ള സ്റ്റോക്സ് NVIDIA, Intel, ആമസോൺ, ടെസ്ല പോലുള്ള കമ്പനികൾ 4-5% തിരിച്ച് വീണ്ടും മാർക്കറ്റ് കയറി. കാരണം അത് അവരെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അവർ കയറിയത് കാരണം നാസ്ഡാക്ക് തിരിച്ച് കയറി. പിന്നെ ഏഷ്യൻ മാർക്കറ്റ്സ് പലതും ഇപ്പോൾ ഓൾ ടൈം ഹൈയിലേക്ക് കയറി വരുന്നുണ്ട്. സോ നമ്മുടെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് വലിയ ഡേറ്റയോ ഇല്ലെങ്കിൽ വീഴാനുള്ള കാരണമോ കയറാനുള്ള കാരണമോ ഇല്ല. ടാരിഫ് വലുതായിട്ട് കൂട്ടുന്നതിനെ കുറിച്ചിട്ടൊന്നും ഇതുവരെ ഒരു ന്യൂസ് വന്നില്ല. അത് കാരണം വീഴുന്ന ഡേറ്റ ഇല്ല. പിന്നെ IT സെക്ടറിലെ മിക്കവാറും എല്ലാ കമ്പനീസും 52 വീക്ക് ലോയിലാണ് നിൽക്കുന്നത്. സോ തീരെ തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇനി വലിയ ന്യൂസസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് കയറിയേക്കാം. ഒരു സപ്പോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ബൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു IT സെക്ടറിൻ്റെ വീഴ്ച ഒന്ന് സബ്സൈഡ് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വീഴ്ചയെങ്കിലും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കമ്പനികൾ പതുക്കെ വളർന്ന് മേളിലേക്ക് വരുന്നുണ്ട്. അത് കാരണം ഈ US മാർക്കറ്റിൽ സംഭവിച്ചതുപോലെ IT സെക്ടർ ഒഴികെയുള്ള ബാക്കിയുള്ള കമ്പനികൾ പെർഫോം ചെയ്യാൻ തുടങ്ങുകയും മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് US മാർക്കറ്റിൽ നടന്നത്. ഇന്ത്യൻ മാർക്കറ്റിലും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ എക്സ്പയറി കാരണം നന്നായിട്ട് വീഴുന്നു. അപ്പോൾ IT സെക്ടറിലെ ഈ IBMൻ്റെ ന്യൂസ് നമ്മുടെ ഇവിടുത്തെ സെക്ടറിലെ കുറച്ച് കമ്പനികളിലുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്പയറിയിൽ എല്ലാവരും കൂട്ടത്തോടെ അത് ബാക്കിയൂടെ പൊസിഷൻ ഒഴിവാക്കി എന്നുള്ളത് കൂടെയാണ്. അപ്പോൾ എന്നിട്ട് സപ്പോർട്ട് എടുത്തു. 25,500 ബ്രേക്ക് ചെയ്തു. ഏറ്റവും അടുത്തുണ്ടായിരുന്ന സപ്പോർട്ട് 25,340 or 240 ആയിരുന്നു. 350 or 240 ആയിരുന്നു. ഇന്നലെ ഈ വീഡിയോ കണ്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, 600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 660 താഴെ നിൽക്കുന്ന മാർക്കറ്റ് നെഗറ്റീവാണ്. അത് കാരണം ഇതാണ് മിഡിൽ ലൈൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ താഴെയാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. കൃത്യമായിട്ട് മാർക്കറ്റ് എൻ്റെ ബോക്സിൽ ഞാൻ അതുകൊണ്ട് പറയുന്നതല്ല, ഓപ്പൺ ചെയ്തത് അങ്ങനെയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓപ്പൺ ചെയ്ത റേഞ്ച് 645 ആണ്. 640 to 660 ആണ് ഈ വരച്ച് വെച്ചിരിക്കുന്ന ബോക്സ് എന്ന് പറയുന്നത്. 645 ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് 660 താഴെ ആയത് കാരണം അത് താഴേക്ക് വീഴുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ അങ്ങനെ പോയി. ഫസ്റ്റ് ടാർഗറ്റ് എന്തായിരുന്നു ഇന്നലെ പറഞ്ഞത്? 25,500 ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് അവിടെ നിന്ന് ബൗൺസ് ചെയ്ത് ചിലപ്പോൾ അവിടെ സൈഡ് വേസ് പോകാനുള്ള ഒരു തോട്ടാണ് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അതിൽ നിന്ന് താഴേക്ക് പോവുകയും അതിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റായിട്ടുള്ള 440, 350 ഇന്നലെ പറഞ്ഞിരുന്നത്. ഈ രണ്ട് ടാർഗറ്റും ഹിറ്റ് ചെയ്ത് ഒരു 330 വരെ പോയിട്ട് അത് തിരിച്ച് ബൗൺസ് ചെയ്തു. തിരിച്ച് വീണ്ടും വന്ന് 440, 460 റേഞ്ചിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഓക്കെ 680 ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത്. 680 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. 500 മേളിൽ ഓപ്പൺ ചെയ്യുക. 680 കാണിക്കുന്നതെങ്കിലും ഞാൻ അത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക 25,500 മേളിലായിരിക്കും. അപ്പോൾ ഈ ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഇന്നലെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതാണ്. തിരിച്ച് വീണ്ടും ഈ സപ്പോർട്ടിൻ്റെ മേളിൽ ഓപ്പൺ ചെയ്തു. ഞാൻ വീണ്ടും കാമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് കയറിയാൽ 25,600, 25,660 എന്നിങ്ങനെ രണ്ട് ടാർഗറ്റ്സ് നിങ്ങൾക്ക് അവിടെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലെവലായിട്ടുള്ള 680 ഇത് പോകാനൊന്നും ശ്രമിക്കും. അപ്പോൾ ഈ ഒരു ട്രേഡിനെ കുറിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 500 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം നമുക്ക് 440 ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. 350 വരുവാണെങ്കിൽ അതും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡേ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ ഇന്നലെ കാണിച്ചിരുന്നു മാർക്കറ്റ് കൺട്രോൾ. ഓക്കെ, ഇന്നലെ ഞാൻ ഈ ഒരു ചാർട്ടിനെ
ഓക്കെ, ഞാൻ ഇന്നലെ ഈ ചാർട്ട് വരച്ചിരുന്നത് ഇങ്ങനെ ഒരു സിമെട്രിക് ട്രയാങ്കിൾ ആയിരുന്നു. അപ്പോൾ സിമെട്രിക് ട്രയാങ്കിളിൽ ഈ സപ്പോർട്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി അടുത്ത ടാർഗറ്റ് വന്നു. അപ്പോൾ ആ ടാർഗറ്റിനെ ഞാനിപ്പോൾ ഒരു ബോക്സായിട്ട് വരച്ചിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളായിട്ട് വരികയും മാർക്കറ്റ് പതുക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു യു ഷേപ്പ് റിക്കവറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ വർക്ക് ചെയ്ത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് എൻ്റെ നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. കമ്മിങ് ടു ക്രൂഡ് ഓയിൽ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ടാർഗറ്റും ഒരു റെസിസ്റ്റൻസ് ഞാൻ അവിടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് അല്ലേ. ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇതിനൊരു സപ്പോർട്ട് കൂടെ വരച്ചേക്കാം. സോ ഇതാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഓക്കെ, ഇതാണ് എൻ്റെ ട്രെൻഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു അസെൻഡിങ് ട്രയാങ്കിളാണ്, ക്രൂഡ് ഓയിലിൽ അസെൻഡിങ് ട്രയാങ്കിളാണ്. എന്നാൽ ബ്രേക്ക് ആകുന്നില്ല, ബ്രേക്ക് ആവാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. വോളിയം എന്ന് പറയുന്നത് അതിനൊരു കുഴപ്പമില്ല, നോർമലി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇത് ഇനി മേളിലേക്ക് പോയാൽ 6188 എബവ് അല്ലെങ്കിൽ 6200 മേളിൽ കയറിയാൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മേളിലേക്ക് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സോ ഇതുവരെ സൈഡ് വേസിനുള്ളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട് അല്ലേ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. ഓക്കെ, താഴെ വന്ന് ചിലപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് പോയേക്കാം, അറിയില്ല. മാർക്കറ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നോക്കുക, ഇന്നത്തെ ക്യാൻഡിൽ നോക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നുള്ളതാണ്. സോ ക്രൂഡ് ഓയിൽ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മാർക്കറ്റ് എങ്ങനെ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് നോക്കാം. നാച്ചുറൽ ഗ്യാസ് ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നാച്ചുറൽ ഗ്യാസ് താഴേക്ക് പോയാൽ അത്യാവശ്യം അതിൻ്റെ അടുത്ത ലെവൽസ് എന്ന് പറയുന്നത് 264-60 എന്ന് പറഞ്ഞിരുന്നു. വരച്ചിരുന്ന ചാർട്ട് കാണുന്നില്ല. ഓക്കെ, ഇതായിരുന്നല്ലേ അതിൻ്റെ ഒരു ലെവല്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടാർഗറ്റ് 264, 260, 256 അടുത്ത ലെവൽസ്. അതിലേക്ക് പോയില്ല. 264, അടുത്തത് 248, 240 നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് അത് താഴേക്ക് വീഴുന്നു തുടങ്ങി. സോ ആ വീഴ്ചയുടെ കണ്ടിന്യൂറ്റി, പക്ഷേ ഇത് സ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, സ്ലോ ചെയ്യാറായിട്ടുണ്ട്. പ്രൈസ് സൈഡ് വേസ് പോകാനുള്ള ഏരിയയിലാണ് നിൽക്കുന്നത്. സോ ഇതിൻ്റെ ഫൈനൽ റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുക. സോ ഇത്രയാണ് എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസൊക്കെ അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പിൽ അധികം ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു, നാച്ചുറൽ ഗ്യാസ് അധികം ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത അനാലിസിസ് വരുമ്പോഴേക്കും ഞാൻ ക്രൂഡ് ഓയിലും നിഫ്റ്റിയും ആയിരിക്കും. അപ്പോൾ ഒരു 6-6.5 മിനിറ്റിനകത്ത് വീഡിയോ തീർക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല മാർക്കറ്റാണ്. 25-240 നിന്ന് ഒരു 600 റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് നോക്കി SL വെച്ച് ട്രേഡ് ചെയ്യുക. ഒരിക്കലും ഒരു എത്ര പ്രൊഫഷണൽ ട്രേഡർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാലും ആ ക്യാൻഡിൽ അവിടെ ഉണ്ടായതിനു ശേഷം മാത്രം ആ ക്യാൻഡലിനനുസരിച്ചിട്ട് ഒരു SL കീപ്പ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുക. ആരുടെയെങ്കിലും ഒപ്പീനിയൻ കേട്ടിട്ട് പെട്ടെന്ന് ഇന്ന് മാർക്കറ്റ് കയറാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡായിട്ട് ഒരു ട്രേഡ് എടുക്കാതിരിക്കുക. അത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാകുന്ന സമയം മാത്രം ട്രേഡ് ചെയ്യുക. അല്ലാണ്ട് ഗസ് ചെയ്യുകയോ പ്രോബബിലിറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക ഓപ്ഷൻസിൽ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നല്ല ക്യാൻഡിൽ കാണുമ്പോൾ ട്രേഡ് ചെയ്യുന്നതിൽ തെറ്റില്ല, ഒരു SL കീപ്പ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.